ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോയമ്പത്തൂർ വ്ളോഗാണ്. ഇന്ന് നമ്മൾ കോയമ്പത്തൂരിന് ഇപ്പോൾ രാവിലെ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. നമ്മളവിടെ രാവിലെ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് ഞാൻ ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. മോള് വന്നിട്ട് പൂരിയാണ് വാങ്ങിച്ചത്. അവളുടെ ഇച്ചിരി ലേറ്റായി വരാനായിട്ട്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അതും ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ, ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു വട വാങ്ങിച്ചു. അതും നല്ല ടേസ്റ്റായിരുന്നു. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നേരം ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നു. അവിടെ എല്ലാം തെരുവിലെല്ലാം നിറയെ കച്ചവടക്കാർ, അതും വളരെ ലാഭത്തിന് എല്ലാം വിൽക്കുന്ന കടകളാണ്. ഇത് സ്ട്രീറ്റാണ്. ഈ സ്ട്രെയിറ്റ് പോയാൽ നിറയെ, ഇപ്പോൾ അതിരാവിലെ ആയതുകൊണ്ട് കച്ചവടക്കാരും ഇല്ല അധികം. ഈ പൂ കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം വരുമ്പോൾ ഞങ്ങൾ ഒത്തിരി രാവിലെയാണ് പോയത്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. അപ്പോൾ സ്റ്റാർ വാങ്ങിക്കുന്ന കടയിൽ ഇങ്ങനെ ഫുള്ള് സ്റ്റാർസ്, പുൽക്കൂട്, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പുൽക്കൂടൊക്കെ കാണാൻ നല്ല രസമാണ് നമുക്ക്. അപ്പോൾ നമ്മൾ കയറി കടയിൽ നിന്ന് നമ്മൾ കുറച്ച് ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ പുൽക്കൂടൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അത് വാങ്ങിച്ചില്ല. ഒരു ചെറിയ സ്റ്റാർ വാങ്ങിച്ചു. പിന്നെ ട്രീയിൽ തൂക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം എല്ലാം കൂടെ മിതമായിട്ടുള്ള പൈസ ആയിട്ടുള്ള, അത് കോയമ്പത്തൂർ നല്ല ലാഭത്തിന് കിട്ടും. ഞങ്ങൾ തിരുപ്പൂർ അങ്ങനെ വലിയ ഒരു ഇതില്ല, ആഘോഷങ്ങളൊന്നും വലുതായിട്ടില്ല. അപ്പം കട കണ്ടപ്പോഴേ ഒരുപാട് സന്തോഷമായി. അത്രയ്ക്ക് സാധനങ്ങളാണ് അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇതെല്ലാം ഇഷ്ടമായി ഒരുപാട്. നമ്മൾ ഇതൊരു ചെറിയ പുൽക്കൂടാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലത്തെ ഒരു സ്റ്റാറാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതേ സെയിം ഇതാവുമ്പം നമുക്ക് അത് ഇടാനൊന്നും വലിയ പാടൊന്നുമില്ല. നമ്മൾ ഇത് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് എല്ലാം പുതിയ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതെടുക്കണം അതെടുക്കണം, ആകെപ്പാടെ കൺഫ്യൂഷനായി. അതുപോലെ ഉണ്ടായിരുന്നു ഓരോ ക്രിസ്മസ് ഫാദറും ചെറിയ കുട്ടി ഫാദർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോറിൽ തൂക്കുന്ന പോലത്തെ ഇത് റീത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ ഇപ്പം നിൽക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പം പാലക്കാട് നമ്മൾ നാടൊക്കെ കണ്ടിട്ട് നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാടായിരുന്നു. നമുക്ക് വളരെ ആഗ്രഹമായിരുന്നു നാട്ടിലെ ഫുഡ് കഴിക്കണം. പിന്നെ നമുക്ക് കുറച്ച് നേരം ആ ഒരു ട്രെയിനിലിരുന്ന് പാലക്കാട് എത്തിയപ്പോഴത്തേക്കിനും ഫുള്ള് തെങ്ങ്, മല, ആകെപ്പാടെ ഒരു കേരള ഒരു ടച്ചായിരുന്നു. അത് കാണാൻ തന്നെയാണ് ഞങ്ങൾ പാലക്കാട്ടോട്ട് പോയത്. അവിടെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടോട്ട് പോയി. പോകുന്ന വഴിക്കൊക്കെ നല്ല രസമായിരുന്നു. നിറയെ ചെറിയ പാടത്തിൻ്റെ നടുവിൽ ചെറിയ വീടുകൾ, വയൽ, അങ്ങനെ കൃഷി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പം ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് അധികം ആളില്ല, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. ഫുള്ള് തെങ്ങാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. അതെ, നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് ഒലവക്കോട് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ്. അടിപൊളി നാരങ്ങ വെള്ളം കുടിക്കുവാണ്. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടാണ് നമ്മൾ
അപ്പം ഏതായാലും നമ്മൾ സർബത്തൊക്കെ കുടിച്ച് നേരെ ലുലു മാളിലോട്ട് പോയി. അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ എല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അകത്തൊക്കെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും ക്രിസ്മസിന് ഒരുക്കുന്ന സാധനങ്ങളൊക്കെ വളരെയധികം ഉണ്ട്. അതിൻ്റെ റീത്ത്, അപ്പോൾ അതിൻ്റെ വില ഇങ്ങനെ ഒത്തിരി കുറവാണ്. അത് ഈ റീത്ത് എന്ത് മനോഹരമല്ലേ, റീത്തൊക്കെ നല്ല വില ആണ്. അപ്പോൾ ഇവിടെ ഫിഷ് നിറയുണ്ട്, വെറൈറ്റി ഫിഷുകളൊക്കെ നിറയുണ്ട്. പക്ഷേ ഇച്ചിരി വില ഒത്തിരി കൂടുതലാണ്. നമ്മൾ അതൊന്നും വാങ്ങിയില്ല, കാരണം നമ്മൾ പാലക്കാടും തിരുപ്പൂരും വരുമ്പോഴത്തേനും അത് ഒരു ചീത്തയാവും. പിന്നെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെ നിറയുണ്ട്. എല്ലാം ഒരു പാക്കേജ് പോലെയാണ്. അപ്പോൾ നമുക്കൊരു കാർഡ് അവിടെ നിന്ന് തരും. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാം നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടാൽ പോകത്തില്ല. അതുപോലെ ഒരു ഇതാണ്, ഗെയിം സെക്ഷനാണത്. പിന്നെ ഫുഡ് കോർട്ട്. ഞങ്ങൾക്ക് പക്ഷേ പാലക്കാട് ലുലു മാളിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ട നമുക്ക് കോയമ്പത്തൂർ ലുലു മാളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പാലക്കാട് കോയമ്പത്തൂർ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ.